മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ കുന്നംകുളം ചെമ്മണ്ണൂരിൽ ഉത്സവത്തിനിടെ സംഘർഷം. 3 പോലീസുകാർക്കും വിമുക്ത സൈനികനും പരിക്കേറ്റു. 2 പൂരാഘോഷ കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അക്രമം തടയാനായി പൂരപ്പറമ്പിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. തുടർന്ന് പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. വിവരങ്ങളുമായി ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിനീഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഈ ഉത്സവത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് 3 പോലീസുകാർക്കും ഒരു വിമുക്ത സൈനികനും പരിക്കേറ്റിട്ടുള്ളത്. ഈ 2 പൂരാഘോഷ കമ്പനികൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കമാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചത്. വിമുക്ത സൈനികനായ നിവേദിനെ ഒരു സംഘം ആക്രമിക്കുകയും ഇത് തടയാനെത്തിയ പോലീസ്, അതായത് ഇതിനുശേഷമാണ് പോലീസ് ലാത്തിചാർജ് നടത്തുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ കടുത്ത സംഘർഷത്തിലേക്ക് പോകുന്നത്. പുതിയ ഉത്സവാഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഈ നിവേദ് പറയുന്നത്. എന്തായാലും ഈ സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ ഈ പോലീസ് നേരെ ഒരു വിഭാഗം ഉത്സവ കമ്മിറ്റിക്കാർ ആക്രമണം നടത്തി. പരിക്കേറ്റ പോലീസുകാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഗുരുതരമായ പ്രശ്നങ്ങൾ പോലീസുകാർക്കുണ്ടോ? ഈ 2 പൂരാഘോഷ കമ്മിറ്റിക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടായ സമയത്ത് പൂരാഘോഷ കമ്മിറ്റിക്കാർക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ബിനീഷ്, എന്തായാലും ഈ സംഘർഷത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPO അനൂപിന്റെ കൈക്ക് സാരമായ പരിക്കുണ്ട്. ഇയാളെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ നേടിയിട്ടുണ്ട്. എന്തായാലും ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ഈ കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൃശൂരിൽ പൂരാഘോഷ കമ്മിറ്റിക്കാർ തമ്മിലുള്ള തർക്കത്തിൽ പോലീസുകാർക്ക് പരിക്ക്. പോലീസിനെ ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ വിവരങ്ങൾ നൽകിയത്.